ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SITയുടെ തെളിവെടുപ്പ് തുടരുന്നു. കേസിൽ കർണാടക ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും സാക്ഷികളാക്കിയേക്കും. സ്മാർട്ട് ക്രിയേഷൻസിൽ SP S ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന ഉടൻ ആരംഭിക്കും. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അതുപോലെ അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കും. ആദ്യം മനീഷ് മഹിവാലിലേക്കാണ്. മനീഷ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഗോവർദ്ധനെ സാക്ഷിയാക്കുക എന്ന നീക്കത്തിലൂടെ SIT ലക്ഷ്യമിടുന്നത് എന്താണ് മനീഷ് മഹിവാൽ? TK, നിലവിൽ ഈ ഗോവർദ്ധനൊരു സ്പോൺസർ എന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം നടത്തിയിട്ടുള്ളത്. 400 ഗ്രാം സ്വർണ്ണമാണ് ഇയാളുടെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വാതിൽപ്പടിയിലും ഒപ്പം തന്നെ ഈ ശബരിമലയെ ബന്ധപ്പെട്ട വാതിൽപ്പടിയിൽ സ്വർണ്ണം പൂശാൻ വേണ്ടി അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ടത്. സന്നിധാനത്ത് ഇതിനു വേണ്ടി നേരിട്ട് എത്തിയിട്ടുണ്ട്. പിന്നീട് സ്പോൺസർ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരാണ് പിന്നീട് മാറി വന്നത്. അതൊരു നിയോഗമായി താൻ കണ്ടുവന്നതടക്കമുള്ള മൊഴികളാണ് നിലവിൽ ഗോവർദ്ധൻ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗോവർദ്ധന് മനഃപൂർവ്വമായി ഇതിന് മോഷണമാണ് എന്നറിഞ്ഞുകൂടാ എന്ന രീതിയിലാണ് നിലവിൽ SITയുടെ ഒരു നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ എങ്ങനെ മാപ്പ് സാക്ഷിയാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ SIT നിയമ ഉപദേശം തേടിയിട്ടുണ്ട്. പക്ഷേ ഈ പങ്കജ് ഭണ്ഡാരി ഈ സ്വർണം വേർപെടുത്തിയ ആളാണ്. സ്വർണം വേർപെടുത്തിയതും അതിൻ്റെ പാരിതോഷികമായി 106 ഗ്രാമാണ് ഈ പങ്കജ് ഭണ്ഡാരി അതിനുവേണ്ടി വാങ്ങിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 13.5 മണിക്കൂർ ബാംഗ്ലൂരിൽ പരിശോധന ഇയാളുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയെങ്കിൽ ഇപ്പോൾ ചെന്നൈയിൽ പരിശോധന നടത്തുന്നു. അങ്ങനെ 106 ഗ്രാം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് SIT അന്വേഷിക്കുന്നത്. ഇന്നലെ 13.5 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ നിന്നും സ്വർണ്ണം മാത്രമല്ല 400 ഗ്രാം 176 ഗ്രാം ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള ആഭരണങ്ങൾ മാത്രമല്ല, ബാംഗ്ലൂരിൽ വൻതോതിൽ ഇയാൾ ഭൂമിയും ഒപ്പം തന്നെ സ്ഥലങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അസറ്റുകളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി ഇയാൾ നടത്തിയിട്ടുള്ള രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ രമേശ് എന്ന് പറയുന്ന മറ്റൊരാളുടെ പേരിൽ അവിടെ പലിശ ഇടപാടുകൾ നടത്തിയതിൻ്റെ രേഖകൾ പിടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമാന്തരമായി ഇതര സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണത്തിന് പുറമെ നിലവിൽ അന്നുണ്ടായിരുന്ന ദേവസ്വം മുൻ ജീവനക്കാരുടെ മൊഴി നിലവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് 2019 മുരാരി ബാബു ചെമ്പ് പാളി അത് സ്വർണ്ണപ്പാളി എന്ന് മറച്ചു വെച്ചുകൊണ്ട് മഹർസർ എഴുതി ഒപ്പിട്ട സമയത്ത് അന്നുണ്ടായിരുന്ന മുൻ ജീവനക്കാർ ആരൊക്കെയാണ്, ആ സമയത്തെ മരാമത്ത് ജോലിക്കാർ, സുരക്ഷാ ജീവനക്കാർ അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ 30-ാം തീയതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി തീരുന്ന മുൻപേ തന്നെ പരമാവധി തെളിവെടുപ്പും മൊഴിശേഖരണവും അടക്കമുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് SITയുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അങ്ങനെ അന്യസംസ്ഥാനത്തും ഒപ്പം തന്നെ കേരളത്തിനകത്തും തെളിവെടുപ്പും മറ്റന്വേഷണവും പുരോഗമിക്കുന്നത്. ശ്രീജിത്ത്. ശരി, മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.